ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പുട്ടിൻ്റെ സർജറിക്ക് ശേഷം കാര്യമായിട്ട് ആക്റ്റീവായിട്ട് അവൻ മുന്നോട്ട് പോയിട്ടില്ല. നീന്തൽ മത്സരത്തിൽ കണ്ടു. ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പ്രൊഫഷണലായി പഠിച്ചിട്ടൊന്നുമില്ല, എന്താ വേണ്ടത്, കുട്ടിക്ക് നീന്താൻ അറിയില്ലേ, പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് അപ്ലൈ ചെയ്തു. കാരണം സർജറി അപ്പോൾ ഹെവി ആയിട്ടുള്ളതൊന്നും ചെയ്യരുത്. വെള്ളത്തിൽ ഉള്ള എക്സസൈസ് പോലെ ആവുമ്പോൾ അത് കുറച്ചുകൂടി ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. മോനെ ഒരു 3 മാസങ്ങൾക്ക് ശേഷം ചെറുതിലേ മുതലേ സങ്കടം വന്ന അപ്പുവിന്റെ ഓപ്പറേഷന് ശേഷം നോക്കട്ടെ എന്നിട്ട് അതിലിങ്ങനെ കണ്ടില്ല. എലിക്കുട്ടി വെള്ളത്തിലിട്ട ബക്കറ്റിലിട്ട വട്ടം നോക്കട്ടെ തലയും താഴ്ത്തി പിടിച്ചിട്ട് തിരിച്ചാണ് വെച്ചിരിക്കുന്ന കണ്ണാട. വെള്ളത്തിൽ സങ്കടം വന്ന കണ്ണ് ഇറുകുണ്ട്, ടൈറ്റ് കൂടുതലാന്ന് തോന്നണോ? സങ്കടം മാറും, കുറച്ച് നീന്തും. എന്നാ ശരി. സ്വയമായി പഠിച്ചെടുത്ത നീന്തലാണ്. എന്നാലും വേണ്ടില്ല, ഒരു കൈ നോക്കാൻ നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഈ കുളം പറഞ്ഞ ഇരിങ്ങാപ്പുറത്ത് മണിഗ്രാം ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലത്തെ കുളമാണ്. അപ്പോൾ അവിടെ രണ്ട് ദിവസം അങ്ങോട്ട് അവിടെ ചെറുതായി ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്തു. നീന്തുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. പിന്നീട് ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു കുളമാണ്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ പിന്നീട് ഞങ്ങൾ ഒരു എന്താ പറയുക, ഗുരുവായൂർ കുന്നംകുളം റൂട്ടിലെ ഒരു ചാട്ടുകുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുളം ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട്. സ്വിമ്മിങ് പൂള് പോലെ നീല കളറ് വെള്ളമൊക്കെ ആയിട്ട്. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടുത്തെ എന്താ പറയുക, വലിയ കുളമാണ്. ഭയങ്കര വലിയ കുളം പറഞ്ഞാൽ ഒരു 2 ഏക്കറ 3 ഏക്കറയോ ആ വഴി പോകുന്നവർക്കത് അറിയാം, വലിയ കുളം. അപ്പോൾ നമുക്ക് ആ കുളത്തിനെ പറ്റിയിട്ട് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുളിക്കാൻ വന്ന കുറച്ച് വലിപ്പം, ഒരു 25 വയസ്സിന് മുകളിലുള്ള കുറച്ച് കുട്ടികൾ വന്നു. അപ്പോൾ അവരിലത്തെ ഒരാൾ പറഞ്ഞു, അവരിങ്ങനെ കുളം ഇങ്ങനെ റൗണ്ട് അടിക്കുകയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ആൾ പറഞ്ഞു, മോൻ സൈഡ് ചേർന്നിട്ട് ഇങ്ങനെ നീന്തി പൊക്കോട്ടെ. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ പൊത്തുകൾ അങ്ങനെയൊക്കെ ഉണ്ട്, ക്ഷീണമൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മോൻ അങ്ങനെ നീന്തും, ഞാൻ ചുറ്റും നടക്കും, കുറച്ച് വീഡിയോ എടുക്കും. മുഴുവൻ വീഡിയോ എടുക്കുമ്പോഴും നമുക്ക് പേടിയാണ്. പിന്നെ ഒപ്പമുള്ള ആ ഒരു പയ്യനും ആദ്യമായിട്ട് നീന്തുന്നതാണ്. അപ്പോൾ അവനും കുറച്ച് പേടിയും ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഇങ്ങനെ ഒന്ന്, ഇല്ല മോനെ ചെയ്തോ, കുറച്ച് ക്ഷീണം വന്നാൽ നിന്നോ, കുറച്ച് ചെറുതായിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് അവനും ആദ്യമായിട്ട് കുളം ഇങ്ങനെ റൗണ്ട് ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അവരെന്നെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതൊരു ദൈവനിയോഗം പോലെ ഇങ്ങനെ തോന്നിയിട്ടാണ്. അപ്പോൾ ഇത്രയും വലിയ കുളം ഈ സർജറിയും കഴിഞ്ഞിട്ട് ഈ ഒരു 12 വയസ്സുകാരൻ റൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നി. അപ്പോഴും നമ്മൾ ഇതാണ് നമ്മുടെ പ്രാക്ടീസ്. എത്ര ദൂരം നീന്തണമെന്നോ ഒന്നും നമുക്ക് അങ്ങനെ അറിയില്ല. ഇത് ഞങ്ങൾ ലാസ്റ്റ് നീന്താൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ, മത്സരത്തിന് മുമ്പ്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ നീന്തലിൻ്റെ ദിവസം വന്നു. പോകേണ്ട ദിവസമായപ്പോൾ എനിക്കൊരു പേടി തോന്നി, ഏത് കുളം എന്താ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ അവരൊരു വിളിച്ചു നമ്മളതിനെ, നിങ്ങൾ വരുന്നില്ലേന്ന്. അങ്ങനെ അവിടെ വണ്ടി ഓടിച്ച് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓക്കെ ആയി, ഒക്കെ സേഫാണെന്നൊക്കെ ഒരു ധാരണ വന്നു. കുളമായാലും ട്രാക്കും അങ്ങനെ ആംബുലൻസും എല്ലാം നല്ലതരാന്ന് മനസ്സിലായി. അപ്പം മുതൽ അപ്പൂട്ടന് ടെൻഷൻ തുടങ്ങിയിട്ടുണ്ടായി. അങ്ങനെ മത്സരം തുടങ്ങി. ഒരു 3ാമത്തെ റൗണ്ടിലൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഇവൻ മത്സരിച്ചത്. അപ്പോൾ ഇവൻ മത്സരിച്ച ആ ഫസ്റ്റ് റൗണ്ടിൽ അവൻ ഫസ്റ്റ് 1ാമതെത്തി. അപ്പോൾ ഇപ്പം എങ്ങനെയാണോ നീന്തുന്നത് അതേപോലെ നീന്തിയത്. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഒരു റൗണ്ടും കൂടി ഉണ്ട്, 2 3 റൗണ്ട് ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ല നീന്തേണ്ടത്, എന്തെന്നാ പറയുക, ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ് ആണ് നീന്തേണ്ടത്. അതുകൊണ്ട് മോഞ്ഞ് അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇത് ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ആരും കംപ്ലൈൻറ്റ് പറയാത്തതുകൊണ്ട് പ്രശ്നം ഇല്ല പറഞ്ഞു.
അപ്പോൾ അപ്പോഴേക്കും കുട്ടി ഫോൺ നോക്കമ്മ. അതിനു മുൻപേ ഇപ്പോൾ ശ്രീകൃഷ്ണയിലത്തെ സ്പോർട്സ് മാഷിനോട് ഞാൻ അങ്ങനെ പറഞ്ഞു, മോനിങ്ങനെ കുളം ഫുള്ള് റൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവന് ട്രെയിനിങ് കൊടുക്കണം, ഏത് സ്റ്റൈലിലാണ് മത്സരം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അവർ സ്കൂളിൽ നിന്ന് അല്ല മത്സരം നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ ജസ്റ്റ് നീന്താൻ അറിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ കുട്ടിക്ക് അവൻ മത്സരിച്ച ആ റൗണ്ടിൽ ഫസ്റ്റ് വരും ചെയ്തു. പിന്നീട് അറിയാൻ വേണ്ടിയിട്ട് ഫോണിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് നീന്തുക എന്നൊക്കെ മനസ്സിലാക്കി. അപ്പം എന്താ പറയുക, കൈ ഇങ്ങനെ മുന്നിലേക്ക് തുഴഞ്ഞിട്ടുള്ള ഒരു നീന്തൽ രീതിയാണ്. എന്നിട്ട് അതേ രീതിയിൽ കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവനതിൽ ഏറ്റവും ലാസ്റ്റാണ് അവ ആയത്. എന്നാലും അവിടെ ഇരുന്ന് ലാസ്റ്റ് മത്സരാർത്ഥികളുടെ മത്സരം ഒക്കെ നോക്കിക്കണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പോരുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, എന്താ നിങ്ങൾ ഇനി പെൺകുട്ടികളെയും കൂടിയിട്ട് ഉൾപ്പെടുത്തിക്കുകയോ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞു. നല്ല സേഫായിട്ട് ഇങ്ങനെ ട്രാക്ക് പോലെയൊക്കെ ഇതുപോലെ കെട്ടി, അതുപോലെ എന്താ പറയുക, രണ്ട് സ്ഥലത്തു നിന്ന് ഇങ്ങനെ കൊടിയൊക്കെ കാട്ടി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരൊരു ട്യൂബ് കുട്ടികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു മത്സരം, അതൊരു ചെറിയൊരു കുളത്തിൽ നല്ല ഭംഗിയായിട്ട് അവരത് നടത്തിയിട്ടുണ്ടായിരുന്നു. അത്ര അധികം മത്സരത്തിന് ആൾക്കാരെ കിട്ടാഞ്ഞത് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പോയി, അല്ലെങ്കിൽ നമ്മൾ പോവില്ലല്ലോ. അങ്ങനെ